കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖന പഠനത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യാക്കോബിന്റെ ലേഖനത്തിന്റെ എക്സ്പോസിഷനാണ്. ഈ എക്സ്പോസിഷനിൽ അതിപ്രധാനമായ അതിന്റെ മുഖവര നമ്മൾ പഠിക്കുന്നതാണ്. ആദ്യത്തെ എപ്പിസോഡിൽ വാസ്തവത്തിൽ ഈ പുസ്തകത്തിന്റെ ഔട്ട്ലൈനാണ് നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. നമ്മളൊരു പുസ്തകം പഠിക്കുമ്പോൾ ആരാണ് ഇവിടെ പരാമർശിക്കുന്ന യാക്കോബ് എന്ന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ഒരന്വേഷണം നടത്താറുണ്ട്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ് എന്ന് സ്വയം പരിചയപ്പെടുന്നുകൊണ്ട് ആരാണ് ഈ ലേഖനത്തിന്റെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമത്തിലെ യാക്കോബിന് തത്തുല്യമായി പുതിയ നിയമത്തിൽ പല യാക്കോബുമാരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രധാനപ്പെട്ട 4 യാക്കോബുമാരാണ് പുതിയ നിയമത്തിൽ പേര് പരാമർശമുള്ളത്. ഒന്നാമത്തെ ആള് നമ്മൾ വായിക്കുന്നത് സെബദിയുടെ മകനായ യാക്കോബ്, യോഹന്നാന്റെ സഹോദരൻ. അവരെ ഇടിമക്കൾ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കാരണം അവര് വളരെ ക്ഷിപ്രത്തോട് തന്നെ, അതായത് വളരെ വേഗത്തിൽ തന്നെ പ്രതികരണശേഷിയുള്ള ആളുകൾ ആയിരുന്നു. ഇവരാണ് ഒരിക്കൽ വഴി പോകുകയിൽ യേശുവിന്റെ നാമത്തിൽ ചില അടയാളങ്ങൾ ചെയ്യുന്ന ഒരുവനെ കണ്ടിട്ട് ഞങ്ങളെ അനുഗമിക്കണം എന്ന് പറയുകയും അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തപ്പോൾ ആകാശത്ത് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയാൻ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്ത സഹോദരന്മാർ. ഈ യാക്കോബ്, സെബദിയുടെ മകനായ ഈ യാക്കോബ് ഒരു മുക്കുവനായിരുന്നു. അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നു. മത്തായി 4:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന യോഹന്നാൻ, അദ്ദേഹവും കർത്താവിന്റെ ശിഷ്യനായി തീർന്നു. ക്രൈസ്തവ സഭയിൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിത്വം സഹിക്കേണ്ടി വന്ന വ്യക്തി ഈ യാക്കോബാണ്. AD 44 ഹെരോദാവ് തന്നെ കൊന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. രണ്ടാമത് പറയപ്പെടുന്ന യാക്കോബ് അൽഫായുടെ മകനായ യാക്കോബാണ്. അത് നമ്മൾ വായിക്കുന്നു. അദ്ദേഹവും കർത്താവിന്റെ ശിഷ്യന്മാരിൽ വേറൊരാളായിരുന്നു. മത്തായിയുടെ സുവിശേഷം 10:3, അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 1:13. ഈ അൽഫായുടെ മകനായ യാക്കോബിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാവുന്നതായിട്ട് ഉള്ളൂ. അദ്ദേഹം പലപ്പോഴും മത്തായി എന്ന് പറയുന്ന ലേവി, ചുങ്കക്കാരനായ മത്തായി അല്ലെങ്കിൽ ലേവി എന്ന് പറയുന്ന ആളിനോട് ചേർന്ന് ഈ യാക്കോബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ചില വേദവിദ്യാർത്ഥികൾ പറയുന്നത് അവരിരുവരും സഹോദരന്മാരായിരുന്നു എന്നാണ്. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് വേദത്തിൽ ലഭ്യമല്ല. മൂന്നാമത്തെ ആള് ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദയുടെ പിതാവായിരുന്ന യാക്കോബ്. ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദയുടെ പിതാവായ യാക്കോബ്. അദ്ദേഹവും വളരെ അധികം ഒബ്സ്ക്യൂറായ ഒരു ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ വളരെ വെളിവാക്കപ്പെടാത്ത ഒരു ക്യാരക്ടർ. ലൂക്കോസ് 6:16. അവിടെ നാം വായിക്കുന്നത് ഈ യൂദ, യാക്കോബിന്റെ പിതാവായിരുന്ന യൂദ അല്ലെങ്കിൽ യൂദയുടെ പിതാവായിരുന്ന യാക്കോബ് ഇസ്കരിയോത്ത യൂദായിൽ നിന്ന് വ്യത്യസ്തനായി ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നാലാമത് നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സഹോദരനാകുന്ന യാക്കോബ്. അപ്പോൾ ഒന്നാമത്തെ യാക്കോബ് സെബദിയുടെ മകനായ യാക്കോബ്, രണ്ടാമത്തെ അൽഫായുടെ മകനായ യാക്കോബ്, 3 നമ്മൾ യൂദായുടെ പിതാവാകുന്ന യാക്കോബ്, 4 യേശു ക്രിസ്തുവിന്റെ സഹോദരനാകുന്ന യാക്കോബ്. ഇദ്ദേഹമാണ് ഈ ലേഖനം എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് തന്നെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്
സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നെന്ന് മർക്കോസ് 6:3, മത്തായി 13:55, 56 വാക്യങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ട്. യോസേപ്പ് യേശുക്രിസ്തുവിന്റെ പിതാവായിരുന്നില്ല, ഫോസ്റ്റർ ഫാദർ ആയിരുന്നു, വളർത്തപ്പനായിരുന്നു. യോസേപ്പിന്റെ മറിയയിൽ ഉണ്ടായ മക്കളാണ് യാക്കോബ്, യോസെ, ശീമോൻ, യൂദ, പിന്നെ ചില സഹോദരിമാരും. അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരിൽ ഒരാളാണ് ഈ പറയപ്പെട്ട യാക്കോബ്. യാക്കോബ് അതുപോലെ തന്നെ അവന്റെ സഹോദരന്മാരും ആദ്യമേ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി മർക്കോസ് 3:31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 7:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ സഹോദരന്മാരെ പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ യെരുശലേമിലെ മാളികമുറിയിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തില് അവര് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളായിരുന്നു, അല്ലെങ്കിൽ അവനാണ് രക്ഷകനെന്ന് വിശ്വസിക്കാത്തവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഈ ശിഷ്യന്മാര് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഈ സഹോദരന്മാരെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്തുവിനെ പിന്തുടർന്നു. 1 കൊരിന്ത്യർ 15:7 യാക്കോബിനും കർത്താവ് പുനരുദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷനായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം അത്ഭുതാവഹമായിരിക്കുന്ന ഒരു പരിവർത്തനം ഈ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. അങ്ങനെ ആ പരിവർത്തനം ഹേതുവായി അവർ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരും വിശ്വാസത്തിന്റെ പ്രചാരകരുമായി മാറ്റപ്പെട്ടു. യാക്കോബ് യെരുശലേമിലെ സഭയുടെ നേതൃനിരയിലേക്ക് വരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തൂണുകളിൽ ഒരുവൻ എന്നാണ് ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 2:9 യാക്കോബിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അദ്ദേഹം വളരെ കരുത്തനായിരിക്കുന്ന ഒരു സഭാധ്യക്ഷനായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നടത്തപ്പെട്ട യെരുശലേം കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഈ യാക്കോബാണ്. പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം. പിന്നെ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായ സമയത്ത് ഈ യാക്കോബിന് ഒരു പ്രത്യേകമായ സന്ദേശം പത്രോസ് അയക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വാസ്തവത്തില് ഈ ജാതികളിൽ നിന്ന് യഹൂദന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവരപ്പെട്ട സാമ്പത്തിക സഹായം അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ അഭിവാദനം ചെയ്യുന്നത് ഈ യാക്കോബ് ആണെന്ന് നമുക്ക് പ്രവൃത്തി 2:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നു. എങ്കിലും നമ്മൾ വായിക്കുമ്പോൾ ഈ യാക്കോബ് ഏതാണ്ട് AD 62 കൊല്ലപ്പെട്ടു എന്നാണ് പാരമ്പര്യം പറയുന്നത്. എന്നാൽ അതിന് മതിയായ രേഖകളൊന്നും വിശുദ്ധ ബൈബിൾ നമുക്ക് ഇല്ല. പരീശന്മാരും യെരുശലേമിലെ ജനങ്ങളുടെ നേതാക്കന്മാരും ഈ യാക്കോബിന്റെ കൺവേർഷൻ, അതായത് യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ തൃപ്തിയില്ലാത്തവരായി തീരുകയും അങ്ങനെ അവർ അവനെ ദേവാലയത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് അവന് അപകട മരണത്തിലൂടെ മരിക്കുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം പ്രസ്താവിക്കുന്നത്. വാസ്തവത്തില് ഈ യാക്കോബ് എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ ആത്മീക പ്രബുദ്ധതയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കർത്താവായ യേശു വിശ്വസിക്കുകയും വളരെ വേഗത്തിൽ തന്നെ യെരുശലേമിലെ ലാർജർ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ യാക്കോബ്. അദ്ദേഹം പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ അദ്ദേഹം വാസ്തവത്തില് ഈ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാൻ ഭിന്നതയ്ക്ക് കാരണമായി തീരാൻ കഴിയാവുന്ന ഒരു കാര്യം, അതായത് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകൾ മോശയിക ന്യായപ്രമാണ അനുസരണപ്രകാരം പരിശോധന നൽകുകയും ന്യായപ്രമാണത്തെ പിന്തുടരുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ക്രൈസ്തവ വിശ്വാസത്തോടുള്ള രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള പഠിപ്പിക്കൽ സഭയ്ക്ക് ഒരു വലിയ സർവനാശമായി ഭാവിയിൽ കലാശിക്കാമായിരുന്നു. എന്നാൽ യാക്കോബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യെരുശലേം കൗൺസിലിലെ യാക്കോബിന്റെ സംയോജിതമായ ഇടപെടലുകളാണ് സഭാചരിത്രത്തിൽ അങ്ങനെ ഒരു ഫിക്ഷനും ഒരു ഫ്രാക്ഷനും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകാൽ സഹായമായി തീർന്നത്. മാത്രമല്ല ഇദ്ദേഹം 1 കൊരിന്ത്യർ 9:15 അടിസ്ഥാനത്തിൽ
അദ്ദേഹം ഒരു വിവാഹിതനായ പുരുഷനായിരുന്നു, കുടുംബമായി ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം തികഞ്ഞ ഒരു പ്രാർത്ഥന വീരനും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. പഴയ നിയമ തിരുവെഴുത്തുകളോടുള്ള അദ്ദേഹത്തിന്റെ കൃതാർത്ഥതയും അടുപ്പവും പരിജ്ഞാനവും നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ കർത്താവായ യേശു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും യാക്കോബ് തന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മത്തായി 5:10 മുതൽ 12 വാക്യങ്ങൾ യാക്കോബിന്റെ ലേഖനം 1:2, മത്തായി 5:48 1:4, മത്തായി 7:7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ 1:5, മത്തായി 7:21 മുതൽ 27 വാക്യങ്ങൾ 1:22, മത്തായി 7:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് 4:11 12 വാക്യങ്ങളിലും, മത്തായി 6:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യാക്കോബ് 5:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും യാക്കോബ് പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തില് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പരിവർത്തന കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ക്രിസ്തുവിന്റെ സഹോദരനാകുന്ന അല്ലെങ്കിൽ സ്റ്റെപ്പ് ബ്രദറാകുന്ന ഈ യാക്കോബ്. അദ്ദേഹമാണ് പിന്നീട് ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് ഈ മനോഹരമാകുന്ന ലേഖനം എഴുതിയത്. ദി എപ്പിസ്റ്റൽ ഈസ് സോ പ്രാക്ടിക്കൽ, പ്രായോഗികമാകുന്ന ഒരു ലേഖനമാണിത്. അതുകൊണ്ട് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് എംഫസിസ് നൽകിയാണ് യാക്കോബ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം സ്ഥാപിക്കുമ്പോൾ നീതീകരണത്തിന്റെ പ്രത്യക്ഷമായ അടയാളം സൽപ്രവൃത്തികളാകുന്നു അല്ലെങ്കിൽ പ്രവൃത്തിയാകുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ പിതാവായ അബ്രഹാം വിശ്വാസത്താൽ ആണ് നീതിക്കപ്പെട്ടത്, എങ്കിലും പ്രവൃത്തിയാൽ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസത്തിന്റെ അനുസരണം പ്രവൃത്തിയിൽ വെളിപ്പെടുന്നു എന്ന് സ്ഥാപിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിന്റെ സാരാംശം ചുരുക്കമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടയാളാണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ക്രിസ്തീയമായ പ്രവർത്തന മണ്ഡലത്തിലൂടെ നമുക്ക് അനായാസന മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് യാക്കോബ് തീർത്ത് പറയുന്നു. അതുകൊണ്ട് വാസ്തവത്തില് യാക്കോബാണ് യാക്കോബിന്റെ ഈ ലേഖനം നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ ആർക്കാണ് യാക്കോബ് ലേഖനം എഴുതുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ലേഖനം ആവശ്യമായി വന്നത്, അതുപോലെ തന്നെ ഈ ലേഖനത്തിന്റെ പഠനത്തിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ടതായ എന്തെല്ലാം സന്ദേശങ്ങളാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ 3rd എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ്. അതുവരെ ഈ ചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാക്കോബിന്റെ പഠനത്തിന്റെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.